CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് വിളിച്ചിട്ടും വഴങ്ങാതെ മുൻമന്ത്രി ജി സുധാകരൻ തന്നെ പരിഹസിച്ചു ചിരിച്ചുവന്ന സുധാകരന്റെ പരാതിയിൽ ഗോവിന്ദൻ വിശദീകരണം നൽകിയെങ്കിലും അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് താൻ ചിരിച്ചതെന്നും സുധാകരനെ പരിഹസിച്ചതല്ലെന്നും വിശദീകരിച്ച ഗോവിന്ദൻ പാർട്ടി അംഗത്വം പുതുക്കണമെന്ന് സുധാകരനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അംഗത്വം പുതുക്കില്ലെന്ന നിലപാടിൽ സുധാകരൻ ഉറച്ചുനിന്നതോടെ CPM കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലായി. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സുധാകരന്റെ നീക്കം പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുന്നപ്ര വയലാർ വാരാചരണത്തിൽ നിന്ന് ഒഴിവാക്കിയതും സ്വന്തം വീടിനടുത്തു നടന്ന ഏരിയ സമ്മേളനത്തിന് പോലും ക്ഷണിക്കാത്തതും തന്നെ ബോധപൂർവം ഒതുക്കാനുള്ള നീക്കമാണെന്ന് സുധാകരൻ വിശ്വസിക്കുന്നു. സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി ആർ നാസറും ചേർന്ന് തന്നെ വേട്ടയാടുമ്പോൾ സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചതാണ് 63 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. സുധാകരനെ അനുനയിപ്പിക്കാൻ MA ബേബിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ടേക്കുമെങ്കിലും നിലപാടിൽ മാറ്റമില്ലെന്ന് സുധാകരൻ ആവർത്തിക്കുന്നു. ഇടതുപക്ഷത്തിന് വലിയ ആശങ്ക നൽകുന്നു. സുധാകരൻ സ്വതന്ത്രനായി കളത്തിലിറങ്ങിയാൽ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ UDF നീക്കം സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ സുധാകരന്റെ വിമത നീക്കം പ്രധാന ചർച്ചാ വിഷയമാകും. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു. തന്നെ ആക്ഷേപിച്ചതായി സുധാകരൻ പരാതി ഉന്നയിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ രാത്രി ജി സുധാകരനെ ഫോണിൽ വിളിച്ചു. ഗോവിന്ദനെ തന്റെ നിലപാട് സുധാകരൻ അറിയിച്ചു. പരിഹസിച്ച് ചിരിച്ചതല്ലെന്ന് സുധാകരനോട് ഗോവിന്ദൻ വിശദീകരിച്ചു. ചിരിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യം കേട്ടാണ്. അംഗത്വം പുതുക്കണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പാർട്ടി സെക്രട്ടറിയുടെ ആവശ്യത്തിന് ജി സുധാകരൻ വഴങ്ങിയില്ല. അംഗത്വം പുതുക്കില്ലെന്ന നിലപാട് ആവർത്തിച്ചു. CPMന്റെ നിർണായക സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കും മറ്റ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും ആയിട്ടാണ് സംസ്ഥാന സമിതി ചേരുന്നതെങ്കിലും ജി സുധാകരൻ ഉയർത്തുന്ന വിമത ശബ്ദം സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്ക് വന്നേക്കും. പാർട്ടിക്ക് പുറത്തും ജനപ്രീതിയുള്ള സുധാകരനെ പോലുള്ള നേതാവിനോട് CPM നേതൃത്വം കാണിച്ച അവഗണന തെരഞ്ഞെടുപ്പ് വിഷയമാകും. ഏതെങ്കിലും മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് പാർട്ടിക്ക് വെല്ലുവിളിയാകും. കഴിഞ്ഞ തവണ പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണ പരിപാടിയിൽ പങ്കെടുപ്പിക്കാത്തതിനാൽ വലിയ ചൂടുകാട്ടിൽ ഒറ്റയ്ക്ക് പുഷ്പാർച്ചന നടത്തി പ്രതിഷേധം അറിയിച്ചു. സ്വന്തം വീടിനടുത്തു നടന്ന പാർട്ടി ഏരിയ സമ്മേളനത്തിൽ പോലും മുതിർന്ന നേതാവായ സുധാകരനെ ക്ഷണിച്ചില്ല. രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ സുധാകരനുണ്ട്. ഉറച്ച പാർട്ടി വോട്ടുകൾ പോലും സുധാകരന് കിട്ടിയെന്ന് വരാം. അനുനയ നീക്കത്തിന് പാർട്ടി മുൻകൈ എടുക്കില്ല എന്ന് സൂചനയുണ്ട്. സുധാകരൻ ഉന്നയിക്കുന്ന പരാതികളിൽ ചിലത് ന്യായമാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും എതിരായ പരസ്യ വിമർശനം പാർട്ടിക്ക് ഉൾക്കൊള്ളാനാവില്ല. പാർട്ടി അംഗം എന്ന നിലയിൽ നടപടിക്കും സാധ്യതയുണ്ട്. നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുധാകരൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിനാൽ ജില്ലയിലെ നേതൃനിരയിൽ അമർഷം ശക്തമാണ്. സുധാകരന്റെ നീക്കങ്ങൾ എങ്ങനെയെന്നറിഞ്ഞ ശേഷമായിരിക്കും പാർട്ടിയുടെ തുടർ നടപടികൾ. ഗോവിന്ദൻ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചെങ്കിലും വഴങ്ങില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. സംഭാഷണത്തിനിടെ മുൻപ് നടന്ന അച്ചടക്ക നടപടികളിലും അവഗണനകളിലും പരോക്ഷമായി ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടിയിൽ തുടരാനാവില്ലെന്ന തന്റെ തീരുമാനത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്.